ലൈവിൽ സിജോ വേഴ്സസ് അതുപോലെ തന്നെ രതീഷും വലിയൊരു അടിയാണ് നടന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വാക്ക് തർക്കമാണ് നടന്നത്. വേറെ ഒന്നുമല്ല, രണ്ടാളും കൂടി രാവിലെ പ്ലാൻ ചെയ്ത് ബിഗ് ബോസിനോട് കാര്യം പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഒരു പ്രാങ്ക് നടത്തുന്നുണ്ട്, ബിഗ് ബോസിൻ്റെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിഗ് ബോസ് ഇവർ രണ്ടാളും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു, ചെയ്തോളാൻ പറഞ്ഞു. ഇവർ വലിയ രീതിയിൽ അത് നല്ല പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ചു. എല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് റസ്മിനും നോറയും എല്ലാം സേഫ് ഗെയിമേഴ്സാണ് എന്നൊക്കെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവരിത് അഭിനയിച്ചതൊക്കെ. എന്നിട്ട് അതൊക്കെ ഒരു എടുത്തിടുകയും വലിയ രീതിയിലുള്ള ബഹളവും ഒച്ചയും ഒക്കെ ആവുകയും മാറുകയൊക്കെ ചെയ്തു. അവസാനം ഇവരെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് പ്രാങ്കാണെന്നുള്ള കാര്യം ഞങ്ങൾ അവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇവരുടെ അടുത്ത് പറയുന്നില്ലെന്ന്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, അത് പറ്റില്ല, അത് ഫെയർ ആയിട്ട് ചെയ്യണം. നിങ്ങൾ പ്രാങ്ക് ചെയ്തോളൂ, പക്ഷെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പ്രാങ്ക് ആണെന്നുള്ള കാര്യം അവരെ അറിയിച്ചേ മതിയാകൂ. കാരണം നിങ്ങൾക്ക് മാത്രം ഇവിടെ കൺസെൻട്രേഷൻ ഒന്നുമില്ല. ഇപ്പോൾ അവരോട് പ്രാങ്ക് ആണെന്നുള്ള കാര്യം പറയാതിരുന്നാൽ ഇവർക്കൊരു കൺസെൻട്രേഷൻ കൊടുത്താതിരായി പോലെ. അവിടെ മത്സരാർത്ഥി നിലയിൽ എല്ലാവർക്കും ഒരേപോലെയല്ലേ. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, അത് നടക്കില്ല, പ്രാങ്കാണ് ചെയ്തതെന്നുള്ള കാര്യം അവിടെ പറയണം. പക്ഷെ ഇപ്പം പറയേണ്ട, അത് നിങ്ങളുടെ ടാസ്ക് കഴിഞ്ഞിട്ട് എപ്പോഴായാലും പറഞ്ഞാൽ മതി, പക്ഷെ ഇന്ന് തന്നെ പറയണം എന്ന കാര്യം ബിഗ് ബോസ് പറയുന്നു. ഇവർ നല്ല രീതിയിൽ അഭിനയിച്ച് തകർത്തുകൊണ്ട് അവിടെ ഒരു വലിയ അടി ക്രിയേറ്റ് ചെയ്തു.